മാർച്ച് 22 ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അന്ന് മഹാവല്ലഭ ചതുർത്ഥി അഥവാ തേയ്പിറ ചതുർത്ഥിയാണ്. ഗണേശന് ഏറ്റവും ശുഭകരമായ ദിവസം. ഈ ദിവസം നിങ്ങൾ വളരെ ഭക്തിയോടെ ഗണേശ ആരാധന നടത്തുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചതെല്ലാം തീർച്ചയായും നിറവേറ്റപ്പെടും. നിങ്ങൾക്ക് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഓം ഗം ഗണപതയെ നമ എന്ന് കമന്റ് ചെയ്യുക. മഹാവല്ലഭ ചതുർത്ഥി ദിനത്തിൽ ഗണേശനെ പ്രീതിപ്പെടുത്തിയാൽ സ്വപ്നം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തെ ഭഗവാൻ മാറ്റും. സകല ദുഃഖ ദുരിതവും ഒഴിയും. എല്ലാ മാസവും അമാവാസിക്ക് ശേഷമുള്ള 4ാമത്തെ ദിവസമാണ് ചതുർത്ഥി തിഥി. ഈ ദിവസം ഗണപതിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശുഭകരമാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനും സമൃദ്ധി വർദ്ധിപ്പിക്കുന്നതിനും കടബാധ്യതകളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും ഈ ദിവസത്തെ ഗണേശ ഭജനം വളരെ മികച്ചതാണ്. വിവാഹ തടസ്സം മാറാനും വിദ്യാഭ്യാസത്തിൽ മികവ് പുലർത്താനും കരിയറിലും ബിസിനസ്സിലും പുരോഗതി കൈവരിക്കാനും ഇത് സഹായിക്കും. ചതുർത്ഥി ദിനത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിക്കുക, പൂജാമുറി അലങ്കരിക്കുക, വിളക്ക് കൊളുത്തി ഗണപതിയുടെ മന്ത്രങ്ങൾ ചൊല്ലുക. തുടർന്ന് ഗണേശ ക്ഷേത്രത്തിൽ പോയി അവിടെയുള്ള അഭിഷേകത്തിൽ പങ്കെടുക്കുകയും ഏറ്റവും മംഗളകരമായ കറുകമാല ഗണേശന് സമർപ്പിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് എന്താഗ്രഹമുണ്ടെങ്കിലും ഗണപതിയോട് പ്രാർത്ഥിച്ച് തേങ്ങ ഉടയ്ക്കുകയും ചെയ്യുക. അത് തീർച്ചയായും നടക്കും. അതിനു പുറമെ ഗണേശന്റെ കൃപ നേടുന്നതിനും ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളും നേടുന്നതിനുള്ള മികച്ച മാർഗമാണ് ചതുർത്ഥിയിലെ ഉപവാസം. എല്ലാ മാസത്തെയും ചതുർത്ഥി തിഥിയിൽ ഗണപതിയെ ആരാധിക്കുന്നത് ശുഭകരമാണ്. അന്നേ ദിവസം ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത് എന്ന ഗണപതി ഗായത്രി മന്ത്രവും ഓം ഗം ഗണപതയെ നമ എന്ന മന്ത്രവും എണ്ണം നോക്കാതെ പറ്റാവുന്നത്ര ജപിക്കുക. ഗണപതിയുടെ അനുഗ്രഹം അഭ്യർത്ഥിക്കുക. നിങ്ങളുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഭഗവാനിൽ അർപ്പിക്കുക. ഭഗവാൻ ഗണേശൻ തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഒരു നല്ല മാർഗം കാണിച്ചു തരുന്നതിനുള്ള ഭാരം നിങ്ങൾ അദ്ദേഹത്തിന് സമർപ്പിക്കുക. ഭഗവാൻ ഗണേശൻ തീർച്ചയായും ഒരു മാർഗം കാണിച്ചു തരും. സർവശക്തനായ ഗണപതിയെ ആരാധിക്കുകയാണെങ്കിൽ എല്ലാ പ്രവൃത്തികളും വിജയത്തിലെത്തും. സകല തടസ്സങ്ങളും നീങ്ങും. നിങ്ങളുടെ ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകും. കടങ്ങൾ വീട്ടാൻ സാധിക്കും. നഷ്ടപ്പെട്ട സമ്പത്ത് വീണ്ടെടുക്കപ്പെടും. ഏറ്റവും പ്രധാനമായി മനസമാധാനം ലഭിക്കും. ഈ ചതുർത്ഥിയിൽ പ്രത്യേകിച്ച് രാഹുകാല സമയത്ത് വാഗ്വാദങ്ങളിൽ ഏർപ്പെടരുത്. ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ എന്നെ ശ്രവിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല പോസിറ്റീവ് മാറ്റം ഉണ്ടാകട്ടെ.